ഇന്ന് നമ്മളെ ഉമ്മാന്റെ വീടാട്ടത് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല. അപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്. വീഡിയോ എടുക്കുക പറഞ്ഞാല് ഒരു വാപ്പാന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു വാപ്പയും മോനും തമ്മിലുള്ള ഒരു ഡെപ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ വീഡിയോസ് ആണിത് അല്ലേ? അതെ, ടൈം ട്രാവലർ ഇത് വന്നാണ്. അതെ, ടൈം ട്രാവലർ ഇത് വന്നാണ്. അപ്പോ ഇതാ കണ്ണട കെട്ടി നിൽക്കണല്ല, കണ്ണട കെട്ടി നിൽക്കണ ഇവനാണ് ഞങ്ങളെ എറണാകുളത്ത് നിന്ന് ഇറക്കിയാണ് മിസ്റ്റർ ഇർഫാൻ. ഇർഫാൻ സ്വന്തമായി നിയമമുള്ള ഞങ്ങളുടെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെയാണ് പരിപാടികൾ. ആദ്യം നമുക്ക് ആൾക്കാരെ അടക്കളയിൽ കൂടി പോവാം. റെന്റിന് കിട്ടുമോ ചോദിച്ചോ. അമ്മനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സെറ്റപ്പ് നോക്കുന്നത്. ഓൾ ഇൻ ഓൾ സെറ്റപ്പ് നമ്മൾ വന്നപ്പോ കണ്ടിച്ച് നമുക്കുള്ള ഫ്രൂട്ട്സ് റെഡിയാക്കുക. ഇങ്ങനത്തെ ഒരു അമ്മണില്ല. ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. എല്ലാ സെറ്റപ്പും നമ്മള് ചെയ്യിപ്പിക്കും. അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ, ഞങ്ങൾ ഉമ്മർത്തെ അവിടെ ഉണ്ട്, ഉപയോഗിക്ക വരാനുണ്ട്, അങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് അവിടെ നോക്കാം. മനസ്സിലായില്ലേ? ഗേറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഇവിടെ ഒരു ആക്ടിവിറ്റി കിട്ടണല്ലോ ആ ഒരു ഇതാക്കുന്ന സമയത്ത്. അപ്പൊ ഇത് തുറക്കും ചെയ്യാം. തുറന്നിക്കാണ്ട് ഇവിടുന്ന് പറയാ. പിന്നെ അപ്പൊ വാപ്പ പറയുന്ന സീനുണ്ട്. അതായത് ഇവിടെയുള്ള വേറെ ഒരു ഒറ്റ എണ്ണം എന്റെ വഴിയില്ല, എല്ലാം ഇജ് ആണ് ഇവിടുത്തെ വടക്ക്. മനസ്സിലായില്ലേ? അത് മൂപ്പര് പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ടൊന്ന് ഡിസ്കസ് അടയിലൊക്കെ ഇതാക്കാം. പിന്നെ എന്റേത് എന്താ വെച്ചാല് ഇജ് ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോ ഫസ്റ്റ് ഇജ് എനിക്കൊരു വിറുക്കലുണ്ട്. വിറുക്കൽമേലാണ് തുടങ്ങണത്. ഇജ് വേണമെങ്കിൽ ഒരു തന്താന്നൊക്കെ പറഞ്ഞോ. കാരണം ആ തന്തമ്മന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സാധനത്ത് നമുക്ക് എത്തണം. പാപ്പാന്നില്ലേ നമുക്ക് വിളിക്കും. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് ചെലവെന്താ? എവിടേക്ക് പോണം നമ്മള്? ഗിഫ്റ്റ് തരാം. അത് തരാം. ഇത് പാർട്ടി പറയാം. എവിടെ? പാലസില് ജി ബർത്ത്ഡേക്ക് മാർക്കെടുത്ത് നടന്നോട്ടാ. വർക്ക് ഹോളിക്. ആ പൈസ അയക്കണോ അനീസിന്? പിന്നെ എന്താണ്, എന്ത് പാർട്ടി എന്താ? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണേ. ഈ പ്രാവശ്യം നമ്മൾ വേറെ ചെറിയ വീഡിയോ, അതായത് ഒരു വാപ്പയും സണ്ണുമുള്ള റിലേഷൻ, അതാ കാണിക്കാൻ പോണെ. അയാളാണ് ഈ കഥ കൊണ്ടുപോകുന്ന ആള്. അവിടെ ഇരിക്കണ ആ മനുഷ്യന്റെ കണ്ണീര് കണ്ടാലേ ആളുകളുടെ മനസ്സിൽ ഇതിന്റെ കോറ് ആ ഇരിക്കുന്ന ആളത്താണ്. അതായത് പുറത്താണ് ഇവന്റെ വാപ്പ. ഇത് അവിടെ ഇരിക്കണ ആളില്ല, വേറെ സംഭവം ഉണ്ട്. ഇത് റീലായതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കിയിരിക്കണത്. ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ, ഇത് റീല്. അപ്പൊ ആ ഇരിക്കുന്ന ആളെ ഫേസിൽ നിന്ന് അയാളെ ഇമോഷൻ. ഞങ്ങളെ പാപ്പ വന്നിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് അതെ, നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വത്തക്ക. നോമ്പിൽ നിന്നും ഒരു മജട്ടില്ല, നോമ്പിന് ബാക്കിയാണ്. നോമ്പൊക്കെ നോക്കി തിന്നുമ്പോ എന്തോ ഇപ്പൊ നല്ല രസമുണ്ട്. അതെ, നമുക്ക് ക്യാമറ റെഡി ആക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. മോട്ടർ ഓഫ് ആക്കോ? ആ, മോട്ടർ ഓഫ് ആക്കോ. നോയിസ്. എന്നെ പോലത്തെ എത്ര കുട്ടികളുണ്ട് ഈ ചുറ്റുപാട്. അതിന്റെ പോലെ മോട്ടർ ഇതൊക്കെ അനുഭവിക്കൂടാന്ന് പറഞ്ഞാൽ അത് പറയുന്ന സാധനങ്ങളൊന്നും ഇപ്പൊ കേൾക്കലില്ല. ഞാൻ ലോകത്തിൽ നിന്ന് പറഞ്ഞ പറഞ്ഞത് അവിടുത്തെ ലോകത്ത് പോയിട്ട് പറഞ്ഞാൽ, അതായത് ഓ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ വാങ്ങിച്ച് ഇവിടെ ഫോണില് ഒരു പരിപാടി ഉണ്ട്. ഫോൺ കേൾക്കുന്നത് കേൾക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും ഇവിടെ തൊട്ടുള്ള ഇവിടെ വരെ. നിങ്ങൾ ഇവന്റെ ഈ പറച്ചിന്റെ കൂടെ തന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തുടങ്ങും. ഓനായിട്ട് ആണ്ട് മാറുമ്പോൾ നിങ്ങളെ നേരേക്കാണ് ക്യാമറ. ഒരു 2 കയറെന്ന് പറയുന്ന ക്യാമറ ഉണ്ടാവുള്ളൂ. അതായത്
ഇത് പറഞ്ഞാൽ കോസ്റ്റ്യൂം കൊടുക്കണേ, സ്വന്തമായിട്ട് കോസ്റ്റ്യൂം ഒന്നും ഇല്ല. ചെറിയ സാധനം കാട്ടി കൊടുക്കണ്ടേ വാപ്പാന്റെ കന്നഡ ചെയ്യുന്നു. ആക്സിഡന്റ് ആയി, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല. മരിച്ചു എന്ന് അവിടെയും പറയണില്ല ചേട്ടാ. അവിടെ പറഞ്ഞത് ആക്സിഡന്റ് ആയി, എന്താണെന്നൊന്നും ആരും വിട്ടു പറയണില്ല. അങ്ങനെയാണോ പറഞ്ഞത്? ആരും ഒന്നും വിട്ടു പറയണില്ല, ഒന്നും മനസ്സിലാവില്ല. ആകെ എടുത്തോ ആരുന്റെ കുപ്പായിട്ട് ഇല്ലാത്ത പൈസക്ക് വരെ കാണില്ല. ഒന്നും നോക്കല്ലേ, കാലിബർ അല്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് മറ്റേ സാധനം. ഇത് ഒറ്റ സ്ട്രെച്ചിലാണ് നിങ്ങൾ ഈ സാധനം പോകുന്നത്. പിന്നെ അടുത്ത മോന്റെ അവിടുത്തെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു സാധനം, നിങ്ങളെ സജഷനിൽ സാധനം പോവാം. എന്ത് പറഞ്ഞാലും അതിന്റെ ആവശ്യത്തിന് കിട്ടൂല. എന്റെ പ്രായം എത്ര ചുറ്റുപാട് തല തിരിഞ്ഞു. അപ്പോ ഇന്ന് ഞങ്ങളെ രണ്ടാമത്തെ ദിവസമാണ് ഷൂട്ടിന്റെ. അപ്പോ ഇന്ന് നമുക്കുള്ള ആർട്ടിസ്റ്റുകൾ ബാങ്കിൽ നിന്നൊക്കെ എടുത്തോടുന്നതാണ്. എന്താണ് പിന്നെ ലീഡ് റോൾ അല്ലേ? അപ്പൊ ആരോ പഠിപ്പിച്ചു കൊടുത്താണല്ലോ റബ്ബേ, ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ട് വലിയ സ്റ്റാറാണ് ഇവിടെ കിടന്ന്. താടിയൊക്കെ ഒഴിവാക്കിട്ടാ ആരുടെ താടിയൊക്കെ ഒഴിവാക്കി. ഞാൻ കേട്ടു, ഞാൻ ഓടിയോ കേട്ടിങ്ങനെ കരഞ്ഞിക്കാണ്ട് എങ്ങനെങ്കിലും ഡേറ്റ് മാറ്റാൻ. അപ്പൊ ഞങ്ങള് ലൊക്കേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞങ്ങൾ ലൊക്കേഷൻ അവിടെ ഒത്തിരി കാണിച്ചിടാം. അപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്തു പാടത്തേക്ക്. ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണ ഏരിയ ഉള്ളത്. പിന്നെ ഇവിടുന്ന് ഓടുന്ന സീനൊക്കെ എടുക്കാണ്ട്, ഇവിടെ ഓടുന്ന സീനൊക്കെ എടുക്കാണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പാടം വൈബ, ഞാൻ പറഞ്ഞില്ല, പാടം വൈബ. ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കളിച്ചു വളർന്ന നമ്മളെ ഏരിയ ഇട്ടതൊക്കെ. കളിച്ചു വളർന്നു. ഈ പാടത്തൊക്കെ നമ്മൾ എത്ര പന്തളിച്ചാടോ, എനിക്കെങ്ങനെ അറിയാതൊക്കെ അരണേ. ഓ എന്തൊക്കെ പറഞ്ഞാലും പാടം ഒരു ബ്യൂട്ടി തന്നെ അല്ലേ. പാടം ഒന്നും പറയില്ല. എന്നാ പോലടാ, പോലെ ബോംബിന്റെ പറയണ വെച്ചാല് ഇപ്പത്തെ സാഹചര്യത്തിന് സംബന്ധിച്ചിട്ടാണ് ബോംബ് പ്ലേസ് ചെയ്തത്. അത് പറയണമെന്നില്ല, ആക്സിഡന്റ് മതി അല്ലേ. എന്നാ പോയാലോ ഗൈസ്. അപ്പൊ ഇതാണ് പ്ലേസ്മെന്റ്. ഇജ്ജ് ഇവിടെ ഇരിക്കാട്ടോ, ആ സൈഡ് കാട്ടെ ഇരിക്കാള് പിള്ളേരുണ്ട്. നീ സൈലൻസ് വിളിക്കോട്ടെ. ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, അയാളവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കാണ് ചെടികളുടെ, അതിന്റെ ഒച്ചുണ്ട്. ഷൂട്ട് കഴിഞ്ഞപ്പോ ഷൂട്ടിൽ ലടുക്കിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് റിലാക്സേഷന് വേണ്ടി കേരളം മാറ്റി പാർക്ക് ചെയ്തു. അടുത്ത് നമ്മള് ഓടാൻ പോവാണ്. ഓടിപ്പിച്ചു പറയാ, ഇങ്ങനെ ഓടിപ്പിക്കാൻ പാടില്ലട്ടാ. ഔട്ട് നോക്കാം. ഓക്കെ, അവരുടെ ഔട്ട് എങ്ങനെ ഉണ്ടാവും? അണ്ണം പറഞ്ഞ കേട്ടിരിക്കോ. അപ്പോ സമയത്രേ 7 മണി. അവസാനത്തെ ഓട്ടോ സീനും എടുത്തു. ശരിക്കും ഫൈനലി അപ്പൊ അടുത്ത വീഡിയോ കാത്തിരിക്കുക. താങ്ക് യു.